ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി ടു ഫ്ലൈപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം എന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ആണ്. വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം എന്നത് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വനിത അരുണ റോയി ആണ്. അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വനിത അരുണ റോയി ആണ്. വിവരാവകാശ നിയമം ആദ്യം വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. അത് 1997 വിവരാവകാശ നിയമം ഈ സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് അവതരിപ്പിച്ച പ്രധാനമന്ത്രി BP സിംഗ് ആണ്. വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് അവതരിപ്പിച്ച പ്രധാനമന്ത്രി BP സിംഗ് ആണ്. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയത് സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന 2002 ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി നിയന്ത്രണം, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ്. അതായത് അഴിമതി നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇതിലെ നേതൃത്വം നൽകിയ വനിത അരുണ റോയി. വിവരാവകാശ നിയമം ആദ്യം വന്ന സംസ്ഥാനം തമിഴ്നാട് 1997. വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് അവതരിപ്പിച്ച പ്രധാനമന്ത്രി BP സിംഗ് ആണ്. ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി നമ്മൾ കണക്കാക്കപ്പെടുന്നത് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അഴിമതി നിയന്ത്രണം, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതും വിവരാവകാശ നിയമത്തെയാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഈ നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് 2005 മെയ് 11. ഈ നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് 2005 മെയ് 11. ഈ നിയമം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2005 ജൂൺ 15. ഈ നിയമം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. അപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അതായത് അക്കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷയിലേക്ക് മറുപടി നൽകണം. അതായത് ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും വിവരാവകാശം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം 30 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി നൽകണം. അതേസമയം ഒരു വ്യക്തിയുടെയോ
ജീവൻ സ്വാതന്ത്ര്യത്തിൻ്റെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ മറുപടി 48 മണിക്കൂറിനുള്ളിൽ ഈ ഇൻഫോർമേഷൻ ഓഫീസർ തീർച്ചയായും നൽകേണ്ടതാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. അല്ലെങ്കിൽ ചെറിയൊരു ഫീസുണ്ട്. പക്ഷേ BPL അഥവാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണെങ്കിൽ പൂർണ്ണമായും സൗജന്യമായാണ് വിവരങ്ങൾ നൽകേണ്ടത്. ഈ നിയമം ഭേദഗതി ചെയ്തത് 2019 ഈ നിയമം ഭേദഗതി ചെയ്തത് 2019 ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച ദിവസങ്ങൾ മാറിപ്പോകാതെ നോക്കുക. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അത് ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. തീരെ മറന്നു പോകാതെ നോക്കുക. അതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ സാധാരണ അപേക്ഷയ്ക്ക് മറുപടി കൊടുക്കണം. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണെങ്കിൽ സൗജന്യമായ മറുപടി നൽകണം. അതുപോലെ തന്നെ നിയമം ഭേദഗതി ചെയ്തത് 2019 ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. കമ്മീഷണറുടെ കാലാവധി 3 വർഷമാണ്. വിവരാവകാശ നിയമ കമ്മീഷണറുടെ കാലാവധി 3 വർഷമാണ്. ആദ്യത്തെ കമ്മീഷണറായ വ്യക്തി വജഹത്ത് ഹബീബുള്ളയാണ്. വജഹത്ത് ഹബീബുള്ള. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ദീപക് സന്ധു ആണ്. ആദ്യത്തെ വനിത ദീപക് സന്ധു. രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് സുഷമ സിംഗ് ആണ്. രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് സുഷമ സിംഗ്. നിലവിലത്തെ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയ. നിലവിലത്തെ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ദേശീയ കമ്മീഷണറുടെ നിയമനം, രാജി സമർപ്പിക്കൽ, നീക്കം ചെയ്യൽ എന്നീ പ്രവൃത്തികൾ നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ്. ദേശീയ കമ്മീഷണറുടെ നിയമനം, രാജി സമർപ്പിക്കൽ, നീക്കം ചെയ്യൽ എന്നീ പ്രവൃത്തികൾ നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ്. അതായത് ഇവരെ നിയമിക്കുന്നതും ഇവരുടെ രാജി സ്വീകരിക്കുന്നതും ഇവരെ നീക്കം ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ സംസ്ഥാന കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടതും സംസ്ഥാന കമ്മീഷണറെ നീക്കം ചെയ്യേണ്ടതും നിയമിക്കേണ്ടതുമൊക്കെ ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന ബേസിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്തം ഗവർണർക്കാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജി സ്വീകരിക്കുന്നതുമൊക്കെ ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. നിലവിലത്തെ സംസ്ഥാന കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. നിലവിലത്തെ സംസ്ഥാന കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. ആദ്യത്തെ സംസ്ഥാന കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ആദ്യത്തെ സംസ്ഥാന കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. വീണ്ടും റിപ്പീറ്റായിട്ട് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും റിപ്പീറ്റായിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ്, ദേശീയ വിവരാവകാശ കമ്മീഷനും സെക്ഷനുകളും. അതായത് ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സെക്ഷൻ 2 വിവരാവകാശ കമ്മീഷന്റെ നിർവചനങ്ങൾ എഴുതിയിരിക്കുന്നു. എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള നിർവചനങ്ങൾ എഴുതിയിരിക്കുന്നു. അതായത് സെക്ഷൻ 2 വിവരാവകാശ കമ്മീഷന്റെ നിർവചനങ്ങൾ എഴുതിയിരിക്കുന്നു. സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെപ്പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെപ്പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 9 ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 9 ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങളെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 13 വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗസ്ഥ കാലാവധിയും സേവന വ്യവസ്ഥകളും എഴുതിയിരിക്കുന്നു. സെക്ഷൻ 13
വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗസ്ഥ കാലാവധിയും സേവന വ്യവസ്ഥകളും എഴുതിയിരിക്കുന്നു. സെക്ഷൻ 14 ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യൽ എന്നതിനെ പറ്റി എഴുതിയിരിക്കുന്നു. സെക്ഷൻ 14 ഇൻഫർമേഷൻ കമ്മീഷന്മാരെ നീക്കം ചെയ്യൽ എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 18 വിവരാവകാശ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളും. സെക്ഷൻ 18 വിവരാവകാശ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളും. സെക്ഷൻ 19 അപ്പീലിനെ പറ്റിയും സെക്ഷൻ 20 പിഴകളെ പറ്റിയും എഴുതിയിരിക്കുന്നു. സെക്ഷൻ 19 അപ്പീലിനെ പറ്റിയും സെക്ഷൻ 20 പിഴകളെ പറ്റിയും എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ സെക്ഷനിലും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടി ജസ്റ്റ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഓരോ സെക്ഷനിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്നും കൂടി വായിച്ചു നോക്കുക. ഓരോ സെക്ഷനിലും എന്താണെന്നുള്ളത് മറക്കാതെ ഇരിക്കാൻ റിപ്പീറ്റഡായിട്ട് തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കാണാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു.